ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 31 നാളെ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ ഈ ഒരു ചിന്ത തുടരും. പക്ഷേ അതിൻ്റെ വിഷയം വിവാഹം വിരൂപമാക്കരുത് എന്നുള്ളതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം. അതെങ്ങനെയെല്ലാം വിരൂപമാകാം എന്നുള്ളതിനെക്കുറിച്ച് ഈ ഓഗസ്റ്റ് മാസം നമ്മൾ വിചിന്തനം നടത്തുന്നതാണ്. അപ്പം അതും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പല വിവാഹിതർക്കും അതുപോലെ കുടുംബജീവിതം നയിക്കുന്നവർക്കും അനുഗ്രഹപ്രദമാകും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഒരു കുടുംബജീവിതം ഉള്ളതിൽ നാം അഭിമാനിക്കണം എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, ദൈവമക്കൾ അഭിമാനിക്കേണ്ടത് എന്തിലാണെന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഒരു നല്ല കുടുംബത്തിൽ ജനിക്കാനും വളരാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല കുടുംബത്തിന് രൂപം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടവരാണ്. ക്രിസ്ത്യാനികൾ അഭിമാനം കൊള്ളേണ്ട 3 കാര്യങ്ങൾ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. 1 കൊരിന്തോസ് 1:31 നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അഭിമാനിക്കുന്നവർ യേശു ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മളായിട്ട് സ്വരുക്കൂട്ടിയ കാര്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നതിനേക്കാൾ യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളാൻ ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം. രണ്ടാമത്തെ കാര്യമാണ്, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനത്തിൽ അഭിമാനം കൊള്ളുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്ന് പലരും സഹനത്തെ വേണമെങ്കിൽ ഒരു ശാപമായിട്ട് കണ്ടേക്കാം, വേണേ ലജ്ജാകരമായിട്ട് കണ്ടേക്കാം. ഇതല്ല ക്രിസ്ത്യാനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്ദേശം. ഇത് നമ്മൾ കാണുന്നത് 1 പത്രോസ് 4 അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോഴാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ സഹിക്കേണ്ടി വരുമ്പോൾ നീ അതിൽ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ സഹനം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നീ അതിൽ അഭിമാനം കൊള്ളണം. ഇതെല്ലാം ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്ത്യാനി അഭിമാനിക്കേണ്ടത് ക്രിസ്തീയ കുടുംബത്തിൽ. നമ്മുടെ കുടുംബത്തെ ഒരു ക്രിസ്തീയ കുടുംബമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനിക്കണം. അഭിമാനിക്കാൻ വകയുണ്ട് എന്നുള്ളത് സഭ നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം വിശുദ്ധ ജോൺ മരിയ വിയാനി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നത്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളരാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യം. യഥാർത്ഥ ക്രിസ്തീയ കുടുംബത്തിൽ നമുക്ക് ജനിക്കാനും വളരാനും സാധിക്കുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അദ്ദേഹം പറയാണ്, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമകൾ മനസാക്ഷിപ്രകാരം നിറവേറ്റുവാൻ വളരെ ശ്രദ്ധ പതിക്കേണ്ടി വരും. ശരിക്കും ഒരപ്പനായി മാറാൻ, ഒരമ്മയായി മാറാൻ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടി വരുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തങ്ങളുടെ കുട്ടികൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. നിരന്തരം അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയാണ് മാതാപിതാക്കൾ. ദൈവത്തിനും മനുഷ്യർക്കും സംപ്രീതനായ ഒരു കുട്ടിയുടെ പിതാവോ മാതാവോ ആണ് ഞാനെന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. ഈ വിശുദ്ധൻ ജോൺ മരിയ വിയാനി പറയാണ്, ഒരു നല്ല ദൈവവിചാരമുള്ള ദൈവഭയമുള്ള ഒരു കുട്ടിയുടെ അപ്പനാണ് അമ്മയാണ് ഞാനെന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. എവിടെയാണ് നമ്മൾ അഭിമാനം കണ്ടെത്തേണ്ടത്, എപ്പോഴാണ് നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വിശുദ്ധൻ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു, മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി, ഇങ്ങനെയുള്ള പലതും പറഞ്ഞ് അഭിമാനിക്കുന്ന മാതാപിതാക്കൾ. പക്ഷെ അവർ മക്കൾക്കൊരു മാതൃകാ ജീവിതം നയിക്കുന്നില്ലെങ്കിലോ, ദൈവഭയമുള്ള അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതിമാരായിട്ട് അവർ മാറുന്നില്ലെങ്കിൽ ആ മക്കൾക്ക് അഭിമാനിക്കാൻ വകയില്ല.
മക്കളെ നിങ്ങൾ പഠിപ്പിച്ചതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ വകയില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബത്തിൻ്റെ വിശിഷ്ട സംഭാവന എന്തായിരിക്കണം എന്നുള്ളതാണ്. ഒരു കുടുംബം നൽകുന്ന സംഭാവന, കുടുംബാംഗങ്ങൾ കുടുംബത്തിന് നൽകുന്ന സംഭാവന അതെന്തായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം 2 സാമുവേൽ 7-ാം അധ്യായം 29-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന: ഞാനോ എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ വരും തലമുറയിൽപ്പെട്ടവർ പോലും ദൈവമേ അങ്ങിൽ നിന്നകന്നു പോകരുത് എന്ന് പറഞ്ഞാൽ, ദൈവഭയമുള്ള മക്കളായി വളർന്നു വരുവാൻ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 18:19 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. അവസാനമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറണം. ജോഷുവയുടെ പുസ്തകം 24:15 പറഞ്ഞിരിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും, കർത്താവിന് സാക്ഷ്യം വഹിക്കും എന്നുള്ള ആ ഒരു കാര്യമാണ്. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് പ്രേക്ഷിത വേലയിൽ മുഴുകുന്ന കുടുംബങ്ങളുടെ സുസ്ഥിതി. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.